നന്ദി, വിശ്വസ്തുതി. ദൈവം ഇവിടെ ഉണ്ട് എന്ന് നീ വിശ്വസിക്കുക. പൂർണ്ണമായിട്ടും തമ്പുരാന്റെ കരങ്ങളിലേക്ക് വിട്ടുക. യേശു ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അവനുണ്ട്, ഇല്ല എന്ന് പറഞ്ഞാൽ അവനില്ല. ദൈവത്തിന്റെ വചനം പറയുന്നത് ഇങ്ങനെ: 2-3 പേർ എൻ്റെ നാമത്തിൽ, അവന്റെ നാമത്തിൽ എവിടെ ഒരുമിച്ച് കൂടുന്നു, നിന്റെ മധ്യത്തിൽ ഞാനുണ്ട്. നീ വിശ്വസിക്കുക മോളെ, നീ വിശ്വസിക്കുക. ദൈവം ഇവിടെ ഉണ്ട്. നന്ദി പറയുന്നു. സ്തുതിച്ച് കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ച് യേശുവെ നന്ദി പറയുന്നു. അല്ല, സ്തുതിച്ച് പ്രാർത്ഥിച്ച് നന്നായിട്ട് പ്രാർത്ഥിച്ച് യേശുവെ നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സങ്കീർത്തനം 34:1 വചനം പറയുന്നു: സ്തുതികൾ എൻ്റെ നാവിലിരിക്കുന്നതിനാൽ ഞാൻ സ്തുതിച്ച് പ്രാർത്ഥിക്കും. സ്തുതികൾ എൻ്റെ നാവിലിരിക്കുന്നതിന് ഞാൻ സ്തുതിച്ച് പ്രാർത്ഥിക്കും. സങ്കീർത്തനം 23:4 വചനം പറയുന്നു: നീ മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെ നീ നടക്കുന്നെങ്കിലും ഒരേ നീ ഭയപ്പെടേണ്ട, അവിടുന്ന് കൂടെയുള്ളതിനാ. സങ്കീർത്തനം 51:17 വചനം പറയുന്നു: ഹൃദയം നുറുങ്ങിയുടെ പ്രാർത്ഥനയോടെ അവിടുന്ന് നിരസിക്കത്തില്ല. നീ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ അഭിഷേകം ഇറങ്ങിയ നീ വിശ്വസിക്കുക. ദൈവത്തിന്റെ ആത്മാവിന്റെ അഭിഷേകം ഈ സമാഗത കൂടാരത്തിലേക്ക് ഇപ്പോൾ തന്നെ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. നിങ്ങളുടെ സാവധാനം ആശംസിക്കാനാണ് ഇവിടെ നിൽക്കുന്നത്. പ്രത്യേകിച്ച് ഞാൻ ആദ്യമേ തന്നെ പരിശുദ്ധനെ ഞാൻ അല്ലെങ്കിൽ നമ്മുടെ ഈ പരിശുദ്ധ ഉദ്ദേശത്തിന്റെ വചനം പറയുന്നത് എങ്ങനെയാണ്? ഞാൻ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. നിങ്ങൾ കൂടുന്നിടത്ത് ഞാൻ അവിടെ ഉണ്ടായിരിക്കും. എങ്കിലും ഞാൻ പരിശുദ്ധാത്മാവിനെ ഞാൻ ഈ ഒരു കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ പിതാവിനെയും പുത്രനെയും പരിശുദ്ധനെയും സർവ്വ വിശുദ്ധരെയും സർവ്വ മാലാഖമാരെയും ഞാൻ ഈ കൂട്ടായ്മയിലേക്ക്, വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ആ ഉച്ചത്തിൽ കരങ്ങൾ അടിച്ച് നമുക്ക് സ്വാഗതം ചെയ്യാം. ഏതൊരു ഫില്ലർ വർക്കെന്നുള്ള അടിത്തറ ബേസ് ആണെങ്കിൽ അതിന്റെ മുകളിലേക്ക് എത്ര നില വേണമെന്ന് നമ്മൾ നിശ്ചയിക്കത്തുള്ളൂ. പ്രൈസ് ഗോഡ്. എന്ന് പറഞ്ഞാൽ ഈ അടിത്തറ 4 നിലയാണെങ്കിൽ ആ 4 നിലയ്ക്കുള്ള അടിത്തറ നമ്മൾ പണിയണം. പ്രൈസ് ഗോഡ്. ഇത് നമുക്ക് അടിയുറച്ച വിശ്വാസമുള്ള ഒരച്ഛനെ കിട്ടി ഞാൻ സന്തോഷിക്കുന്നു. പ്രൈസ് ഗോഡ്. അതൊരു അച്ഛനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് കഴിഞ്ഞ മിസൈൽ മീറ്റിന് ആനവിലാസത്ത് ഷൈജുവിന്റെ കല്യാണത്തിന്റെ മിസൈൽ മീറ്റിന് മുമ്പാന്ന് തോന്നുന്നു. ഷൈജുവിന്റെ കല്യാണത്തിന് മിസൈൽ മീറ്റ് കഴിഞ്ഞാണോ അതിന് മുമ്പായിരുന്നു ഷൈജുവിന്റെ കല്യാണം? എപ്പോഴാണ് ചോദിച്ചേ? മുമ്പായിരുന്നു. അപ്പൊ പള്ളി വെച്ച് അച്ഛൻ ബലി അർപ്പിക്കും. അപ്പൊ ഞാൻ അച്ഛന്റെ പ്രസംഗം കേട്ടപ്പോൾ ഞാൻ ഓർത്ത് എന്റെ ഇത് ഏതോ ഒരു ധ്യാനഗുരു വെളിയിൽ നിന്നും കണ്ട് ഷൈജു പറഞ്ഞ് പ്രത്യേകിച്ച് കൊണ്ടുവന്നാണ്. അത്രയ്ക്ക് കൃപയായിരുന്നു. ആ ഒരൊറ്റ കാര്യം ഞാൻ അച്ഛനെ പറ്റി എനിക്ക് പറയാൻ, വേറെ എനിക്ക് അടുപ്പമൊന്നുമില്ല. ഇടയ്ക്ക് ഞാൻ ഫോൺ വിളിക്കും, അതിലൊരു വലിയ കോണ്ടാക്ട്സ് ഒന്നുമില്ല. എങ്കിലും ഇങ്ങനെ അടിയുറച്ചൊരു വിശ്വാസമുള്ള ഒരു ഫെയ്ത്ത് ഉള്ള അച്ഛനെ ജീസസ് യൂത്തിന്റെ അല്ലെങ്കിൽ ജീസസ് യൂത്തിന്റെ മിസൈൽ മീറ്റിന്റെ ഒരു നമ്മുടെ ആനിമേറ്റർ ആയിട്ട് കിട്ടിയതിൽ ഞാൻ സന്തോഷിക്കുന്നു. നമുക്ക് അച്ഛനെ വെൽക്കം ചെയ്യാം. ഈ അച്ഛൻ്റെ കൃപ ഇല്ലെങ്കിൽ അതായിട്ട് കൊടുത്താണ് നേരത്തെ ഫാദർ വിനോദച്ചൻ ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇവിടെ മുമ്പേ ഉണ്ടായിരുന്നു. പോയോ? വിനോദച്ചനെയും അതുപോലെ തന്നെ സിബിച്ചനച്ചൻ ഇവിടെയും കണ്ടുണ്ടായിരുന്നു. കുറച്ച് മുമ്പൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. സിബിച്ചനച്ചൻ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാണ്. അതുപോലെ തന്നെ ഫാദർ ബിജു ചേച്ചി നമ്മുടെ ജീസസിന്റെ കട്ടപ്പന സോണിന്റെ ആനിമേറ്ററാണ്. കട്ടപ്പന സോണിന്റെ ആനിമേറ്ററിനെ ബിജു അച്ഛനെയും ഞാൻ ഈ വേദിയിലേക്ക് ഇല്ലെങ്കിൽ സ്വാഗതം ചെയ്യും. കൂട്ടായ്മയുടെ പേരിലും JV മെസ്സഞ്ചറിന്റെ പേരിലും മിസൈൽ മീറ്റിന്റെ പേരിലും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ ഈ JV മെസ്സഞ്ചർ തുടങ്ങിയിട്ട് ഇന്ന് ഒരു വർഷം ആകാറായിരിക്കാം. ഇതിന്റെ ഫസ്റ്റ് മീറ്റിംഗ് നടന്നത് ഉദ്ധാനാശ്രമം, അവിടെയാണ് അതിന്റെ ഫസ്റ്റ് സെക്ഷൻ നടന്നത്. അവിടെ ഫസ്റ്റ് സെക്ഷൻ കിടന്നു. അന്ന് കുറച്ച് ആളുകൾ, കുറച്ച് 40 പേരുള്ളായിരുന്നു. ഇന്ന് ഇത്രയും പേര് ഇവിടെ ഇരിക്കുന്നതിന്റെ കാരണം ഇത് വളരെയധികം സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞു എന്നാണ്. അധികം പേര് ഇന്ന് കുറേ പേർക്ക് വരാൻ പറ്റിയിട്ടില്ല. ഇവിടെ പല രോഗങ്ങളായിട്ട്, പല സാങ്കേതിക ജോലിയായിട്ട്. ഞാൻ ഒരു പെൺകൊച്ച് പറഞ്ഞൊരു സാക്ഷി ഞാൻ പെട്ടെന്ന് പറയണം. അപ്പം വയനാട്ടിലുള്ള ഒരു പെൺകൊച്ച്, എനിക്ക് അറിയത്തൊന്നുമില്ല, ഞാൻ കണ്ടിട്ടൊന്നുമില്ല. ഞാൻ ഫോൺ കോണ്ടാക്ട് വഴിയുള്ളൊരു ബന്ധമാണ്.
ഇവിടെ നൈറ്റ് പ്രാർത്ഥന. ഞാൻ പറഞ്ഞു, മോളെ നീ നന്നായിട്ട് പ്രാർത്ഥിക്കണം, രാത്രി നീ പ്രാർത്ഥിക്കണം. അപ്പോൾ ഇവിടെ പറഞ്ഞു, ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കാൻ നോക്കാൻ ചേട്ടാ എന്നൊക്കെ പറഞ്ഞു. എങ്കിലും നീ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാനൊക്കെ ഞാൻ പറഞ്ഞു. അപ്പം ഇവിടെ സിസ്റ്ററിനോട് ചോദിച്ചാൽ സമ്മതിക്കുവോ ഇല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ എന്തായാലും ഇവിടെ തീരുമാനിച്ചു, കമ്മിറ്റ്മെന്റ് എടുത്തു. ഇവിടെ ഈ JMS ജില്ല രാത്രി എഴുന്നേറ്റ് ഞാൻ പ്രാർത്ഥിക്കുമെന്ന് ഇവിടെ കമ്മിറ്റ്മെന്റ് എടുത്തു. അവിടെ എഴുന്നേറ്റ് ഒരു അവിടെ ഇവര് കിടക്കുന്ന അവിടെ എല്ലാം ബെഡിലെല്ലാം പോയി എല്ലാവരും തട്ടി ഉണർത്തി ഒരു ചാപ്പലില് 3 മണിക്ക് ഇവര് കരുണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കും. അങ്ങനെ ഒരു ദിവസം കരുണക്കൊന്തയൊക്കെ ഇങ്ങനെ ജവമാല ചൊല്ലി പ്രാർത്ഥിച്ചിട്ടുണ്ടെന്നപ്പോഴത്തേനും അതിൽ 3-4 പേർക്ക് പെട്ടെന്ന് ഷോക്ക് അടിക്കുന്ന അനുഭവം, മാതാവ് പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ട് മുമ്പിൽ നിൽക്കുന്ന ഒരു അനുഭവം ഇവർക്ക് എല്ലാവർക്കും ഉണ്ട്. പ്രൈസ് ഗോഡ്. ഇതവർ അനുഭവിച്ചാണ്. ഇത് അനുഭവിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഇവർക്കത് പറഞ്ഞ് ഭയങ്കര സന്തോഷം. ഇവർ എല്ലാ ദിവസവും എഴുന്നേക്കാൻ തുടങ്ങി. അവിടെ പുതിയ കൂട്ടായ്മ സ്റ്റാർട്ട് ചെയ്ത് വീടുകളിൽ വിളിച്ചു പറഞ്ഞു. അങ്ങനെ വീടുകളിൽ വിളിച്ചു പറഞ്ഞതിന്റെ ഫലമായിട്ട് അവിടെയുള്ള കരിസ്മാറ്റിക് കൂട്ടായ്മയൊക്കെ ഇതിനോട് യോജിച്ച് പ്രവർത്തിച്ചു. അങ്ങനെ വളരെയധികം സ്പ്രെഡ് ചെയ്ത് ഇന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ നല്ലൊരു ഗ്രൂപ്പ് ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് അന്ന് വരാൻ പറ്റിയില്ല, എക്സാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നതിന് വരാൻ പറ്റിയില്ല. ഞാൻ അവരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഒരിക്കൽ കൂടി അവരെല്ലാം സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് കരങ്ങൾ അടിച്ചു നോക്കും. ഒപ്പം സ്വാഗതം നിങ്ങൾക്ക് ഓരോരുത്തർക്കുമാണ് എന്ന് പറയേണ്ട കാര്യമില്ല. ഒരു ഫാമിലി ആണെങ്കിൽ അതിൽ അംഗങ്ങൾ വരിക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ചുമതലയാണ്, ഉത്തരവാദിത്വമാണ്. ഒപ്പം നിങ്ങളെല്ലാവരെയും ഈ ഒരു ഗ്രൂപ്പിലേക്ക്, ഈ ഒരു JMI മെസ്സഞ്ചറിൻ്റെ ഗ്രൂപ്പിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഒക്കെ സ്വാഗതം ചെയ്യുന്നു. സോറി, അതിന് മുമ്പ് ഞാൻ വേറൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ജോയിച്ചാനെ നമ്മുടെ എൽഡറാണ്. ജോയിച്ചാൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, അവിടെ ഉണ്ട്. ജോയിച്ചാൻ്റെ ചിന്തകളിലൂടെയൊക്കെ രൂപപ്പെട്ടു വന്ന ഒരു മിസൈൽ മീറ്റാണ്, ഇല്ലെങ്കിൽ രാത്രി ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ജോയിച്ചാൻ ഉദ്ദേശിക്കുന്നത് ബൈക്ക് ബോണാന്ന് പറയുന്നത്. ബൈക്ക് ബോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അസ്ഥികൾ, ഈ നമ്മുടെ ഉള്ളിൽ കിടന്ന് മജ്ജയെ താങ്ങി നിർത്തുന്ന എപ്പോഴും എന്താണ്? അസ്ഥി ഇല്ലാത്തൊരു മനുഷ്യനെ സമ്മതിക്കാൻ പറ്റുമോ? അല്ലേ? അസ്ഥി ഇല്ലാത്തൊരു മനുഷ്യനെ സങ്കല്പിക്കാൻ പറ്റുമോ? ഇല്ലെങ്കിൽ മജ്ജ ചേർന്ന് നിൽക്കുന്നതിനോടാണ്, അസ്ഥിയോട്. ഈ അസ്ഥി മാറിക്കഴിഞ്ഞെങ്കിലോ അല്ലേ, ഒരു ബലമല്ല, ചതഞ്ഞ ഞാങ്ങനെ പോലെ ആയിപ്പോകും. പ്രൈസ് ഗോഡ്. അതുപോലെ ജീസസിന്റെ എല്ലാ യൂത്ത് വിജനങ്ങൾക്കും കരുത്തേക്കും സപ്പോർട്ട് ചെയ്തും നമ്മുടെ ഫാദർ ജോമോൻ അച്ഛനും ജോയിച്ചായനും വളരെയധികം ഗൈഡ് ചെയ്യുന്നു. ഒരു പ്രാവശ്യം ജോയിച്ചായൻ പറഞ്ഞു ഓർക്കുന്നു, ഇടയ്ക്ക് വളരെ കത്തി സ്പിരിച്വലായിട്ട് നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുക. ഫോൺ കോൾ ഇങ്ങനെ രാത്രി പറയാം ഇപ്പോൾ അനീഷ 10-60 പേർക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ ആ പടം 2-3 പേർക്കാണ് 2-3 പേരുടെ വിളിയാണ്, റെസ്പോൺസാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും വളരെ ശക്തമായിട്ട് എടുത്ത് ഉയർത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും പേര് നമ്മളിവിടെ വരുന്നത്. ഓക്കെ, നമുക്ക് കണ്ണുകളടച്ചാൽ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. എപ്പോഴും വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക. കണ്ണുകളൊക്കെ അടച്ച് വലിയ അഭിഷേകം, ആത്മാവിൻ്റെ അഭിഷേകം ഇപ്പോൾ തന്നെ ഇറങ്ങണമേ, മണിക്കൂറുകളിൽ ഇറങ്ങണമേ, പ്രാർത്ഥിക്കാം. ഈശോയെ നീ കാണണമേ, നീ തുറണമേ, ടച്ച് ചെയ്യണമേ. ജെറമ്യ 32:27 വചനം പറയുന്നു, ഞാനാണ് സകല മർത്യരുടെയും ദൈവം. ഞാനാണ് സകല ജനതകളുടെയും ദൈവം. എനിക്ക് അസാധ്യമായത് എന്തെങ്കിലും ഉണ്ടോ മോളെ? ലൂക്ക 1:37 വചനം പറയുന്നുണ്ട്, ദൈവത്തിന് അസാധ്യമായതൊന്നുമല്ല എന്ന് പറഞ്ഞാൽ ദൈവത്തിന് സാധ്യമാണ്. വിശ്വസിക്കുക. യോഹന്നാൻ 11:40 വചനം പറയുന്നുണ്ട്, നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം ദർശിക്കും. ഇന്ന് നീ മിസൈൽ ഗ്രൂപ്പിന്റെ പേരിൽ ഇവിടെ നീ സന്നിധനായിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പ് പറയാം, നീ അവനെ കൊണ്ടേ പോകത്തുള്ളൂ. അവന്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും നീ കാണും, നീ കാണുക തന്നെ ചെയ്യും. സങ്കീർത്തനം 42:1 വചനം പറയുക, നീറുന്ന മാൻപേടി പോലെ എന്റെ ഹൃദയം അങ്ങേക്ക് വേണ്ടി ദാഹിക്കുന്നു. ഒരു ദാഹത്തോടു കൂടി ആയിരിക്കട്ടെ. ഷൈജുനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ ഗോപേഷിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആരാധന സെക്ഷനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സമാധാന കൂടാരത്തിലിറങ്ങിയ അതേ ദൈവത്തിന്റെ അഭിഷേകം, അതേ ദൈവത്തിന്റെ അനോയിന്റിങ് ഇപ്പോൾ തന്നെ അപ്പസ്തോല പ്രവർത്തനം 2-3 ദൈവിക വചനത്തിന്റെ ശക്തി ഇപ്പോൾ തന്നെ വ്യാപരിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി പറയുന്നു. യേശുവേ ഹൃദയം തുറന്ന് നീ പ്രാർത്ഥിക്കുമോടെ, ഹൃദയം തുറന്ന് നീ പ്രാർത്ഥിക്ക. യേശുവേ നന്ദി പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. തുതിച്ച് പ്രാർത്ഥിച്ച് അന്നേരം പ്രാർത്ഥിച്ച് യേശുവേ നന്ദി പറയുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അത്തരം തുറന്ന് പ്രാർത്ഥിച്ച് യേശുവേ നന്ദി പറയുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. തുതിച്ച് പ്രാർത്ഥിച്ച് അന്നേരം തുതി പ്രാർത്ഥിച്ച് യേശുവേ നന്ദി പറയുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അഭിഷേകം ചെയ്യണമേ പ്രാർത്ഥിക്കുന്നു. യേശുവിനെ അഭിഷേകം ചെയ്യണമേ പ്രാർത്ഥിക്കുന്നു. അഭിഷേകം ചെയ്യണമേ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ
യേശുവേ നന്ദി പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരു നിമിഷം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിൽക്കുക, എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. ഒരിക്കൽ കൂടി നമ്മൾ സ്തുതിച്ച് വൈൻഡപ്പ് ചെയ്യാണ് ഈ ഒരു സെക്ഷൻ. പ്രതി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഒരിട്ടകനാണ് സ്തുതിച്ച് നമ്മൾ പ്രാർത്ഥിച്ച് നിർത്താൻ പോവാണ്. തുടർന്നുള്ള സെക്ഷനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഞാൻ ഇപ്പോഴും പറയാണ്, നീ കൊടുക്കുമ്പോൾ ബെസ്റ്റ് ആയിട്ടുള്ള കൊടുക്കുക, ഇല്ല നീ കൊടുക്കാൻ പോവല്ല. പ്രൈസ് ഗോഡ്. നീ കൊടുക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള നീ തമ്പുരാന് നീ കൊടുക്കുക. നിന്റെ സ്തുതിയാണെങ്കിലും നിന്റെ സ്തുതിപ്പാണെങ്കിലും നീ അതരം തുറന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നീ അതരം തുറന്ന് പ്രാർത്ഥിക്കുമോണേ. നീ കൊടുക്കണ്ട. തമ്പുരാന് വേണ്ടത് ഏറ്റവും ബെസ്റ്റാണ്. ഇവിടെ യുവജനങ്ങളുണ്ട്, യുവജനങ്ങളുണ്ട്, പ്രായഭേദം അനേകരുണ്ട്. വൈദ്യരുണ്ട്, സിസ്റ്റേഴ്സ് ഉണ്ട്, SMA സിസ്റ്റേഴ്സ് ഉണ്ട്, ആകാശപ്പുറ സിസ്റ്റേഴ്സ് ഉണ്ട്. ഇവരെല്ലാവരും ഉണ്ട്. ഈ സിസ്റ്റേഴ്സിന്റെ സാന്നിധ്യത്തിൽ ഈ എൽഡറിനോട് ചേർന്ന് ഈ ജോമനത്തിനോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ അഭിഷേകം ഇറങ്ങും. ദൈവം പറഞ്ഞിട്ടുണ്ട്, മത്തായി 18:19 വചനം പറയുന്നുണ്ട്, നീ ഭൂമി രണ്ടുപേർ യോജിച്ച് ചോദിക്കുന്ന എന്റെ സ്വർഗസ്ഥനായ പിതാവ് നടത്തി തരുമെന്ന് വചനം പറയുന്നത്. ഒരിക്കൽ കൂടി കണ്ണുകൾ അടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. യേശുവേ നന്ദി പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിക്കുക. യേശുവേ നന്ദി പറയുന്നു. ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ച് യേശുവേ നന്ദി പറയുന്നു. ഹല്ലേലൂയ. അതരം തുറന്ന് കരങ്ങൾ ഉയർത്തി ഹൃദയത്തെ സമർപ്പിച്ച് മനസ്സ് തുറന്ന് അതരം തുറന്ന് ഹൃദയം തുറന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. യേശുവേ നന്ദി പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി പറയുന്നു. ഹല്ലേലൂയ.